അല്ലാഹുവേ ഞങ്ങളൊക്കെ സാധുക്കളാണ്, ദോഷികളാണ് അല്ലാ, ഇൽമില്ലാത്തവരാണ്, അമലില്ലാത്തവരാണ് അല്ലാ. എന്നാലും ഹൃദയാന്തരങ്ങളിൽ നിന്നോട് മഹബത്തുള്ളവരാണ്, നിന്നോട് ഇഷ്ടമുള്ളവരാണ്, നിന്നോട് താല്പര്യമുള്ളവരാണ്. ആശൂറാന്റെ ദിവസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സൽക്കർമ്മത്തെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. പവിത്രമായ ആശൂറാ ദിവസത്തെ നിസ്സാരമാക്കിക്കൂടാ. ആശൂറാ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയുമോ, ഒരു ഫഖീറിന്റെ കഥ പറയുന്നുണ്ട്. ആശൂറാ ദിവസത്തിൽ ഒരു ഫഖീർ ആ ഫഖീറിന്റെ നാട്ടിലുള്ള ഖാദിയുടെ അടുക്കൽ ചെന്നിങ്ങനെ പറയുകയാണ്, ഞാൻ ഫഖീറാണ്, എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഇന്ന് ഭക്ഷിക്കാനുള്ള റൊട്ടിയില്ല, അത് മേടിക്കുവാനുള്ള പണമില്ല, സമ്പത്തില്ല. അതുകൊണ്ട് ഇന്ന് ആശൂറാന്റെ ദിവസമാണല്ലോ, ഈ ദിവസത്തിന്റെ പവിത്രത കണക്കിലെടുത്തുകൊണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും ഒന്ന് വിശപ്പടക്കാൻ ഒരു 10 റൊട്ടി തരാമോ? ആ 10 റൊട്ടിയിലേക്ക് ആവശ്യമായ അല്പം മാംസം തരാമോ? അതുപോലെ എനിക്കൊരു 2 ദിർഹം തരാമോ? ആ ഖാദിയോട് ചോദിക്കുന്നു, എൻ്റെ മക്കൾക്ക് വിശപ്പടക്കാൻ 10 റൊട്ടി വേണം, അതിലേക്ക് കഴിക്കാൻ അല്പം മാംസം വേണം, അതുപോലെ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അഥവാ കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കാൻ ഞങ്ങൾക്കൊരു 2 ദിർഹം വേണം, അങ്ങ് ഞങ്ങളെ ഒന്ന് സഹായിച്ചാലും എന്ന് പറയുമ്പോൾ ഒന്നും കൊടുക്കാനില്ലാത്തതിനാൽ ഈ ഖാദി പറയുകയാണ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ളുഹ്റിന്റെ സമയത്തൊന്ന് വരാമോ? ളുഹ്റിന്റെ സമയത്തൊന്ന് വരാമോ? ളുഹ്റിന് ആരെങ്കിലും പള്ളിയിലേക്കൊക്കെ വരുമ്പോൾ അവരോട് കണ്ട് വിഷയം പറഞ്ഞ് മേടിച്ചു കൊടുക്കാമെന്ന് കരുതി. പക്ഷെ ളുഹ്റിന്റെ സമയത്ത് വരാൻ പറഞ്ഞു. ളുഹ്റിന്റെ സമയത്ത് വന്നപ്പോഴോ ഒന്നും ലഭിച്ചില്ല. അസ്റിന് വരാൻ വേണ്ടി പറഞ്ഞു. അസ്റിന്റെ സമയത്ത് വന്നപ്പോഴും ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അയാളോട് മഗ്രിബിന്റെ സമയത്ത് വരാമോ, ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ വരാൻ പറഞ്ഞു. പക്ഷെ മഗ്രിബിന്റെ സമയത്തും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, 3 പ്രാവശ്യം വന്നുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് വെറും കൈയോടുകൂടെ തിരിച്ചു നടക്കുകയാണ് ഈ പ്രിയപ്പെട്ട പിതാവ്. തന്നെ കാത്തുകൊണ്ട് തൻ്റെ വീട്ടിൽ വിശന്നിരിക്കുന്ന മക്കളുണ്ട്. ഉപ്പ തിരിച്ചു വരുന്ന സമയത്ത് കൈകളിൽ ഞങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടായിരിക്കും. ഉപ്പ തിരിച്ചു വരുന്ന സമയത്ത് കൈകളിൽ ഞങ്ങൾക്കുള്ള റൊട്ടി ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് കഴിക്കാനുള്ള മാംസം ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ മുഖം ഇങ്ങനെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണുനീരിങ്ങനെ തുടച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നത് വീട്ടുപടിയിലിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ കാണുകയാണ്. വഴിയിലൂടെ ഈ മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞു പോകുന്നത് തൻ്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇരുന്നു കൊണ്ട് ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ കാണുന്നു. ഉടനെ തന്നെ ഈ മനുഷ്യൻ ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് ഈ മനുഷ്യൻ മറുപടി പറയുകയാണ്, മാ ബുകാഉക യാ ഹാദാ, നിങ്ങൾ എന്തിനാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത്? ആ സമയത്ത് ഈ മനുഷ്യൻ മറുപടി പറയുന്നു, ലാ തസ്അലന്ന അൻ ഹാലി, നിങ്ങൾ എൻ്റെ അവസ്ഥയെ കുറിച്ച് ചോദിക്കല്ലേ. ഞാൻ എന്തിനാണ് കരയുന്നത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ. എനിക്കത് പറയാൻ പോലും കഴിയുന്നില്ല. എനിക്കത്ര വലിയ സങ്കടമുണ്ട്, എനിക്കത്ര വലിയ വിഷമമുണ്ട്.
കാരണം ഈ മനുഷ്യന് പറയാൻ ആ മനുഷ്യന്റെ തൊണ്ടയിൽ വെള്ളമില്ല, കരഞ്ഞുകൊണ്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അങ്ങേയറ്റത്തെ സങ്കടത്തോടുകൂടി ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രശ്നമൊന്ന് പറഞ്ഞാലും, നിങ്ങളുടെ പ്രശ്നമൊന്ന് പറഞ്ഞാലും. എന്താണ് വിഷയം? ഒന്നൊന്ന് പറയൂ, നമുക്ക് പരിഹാരമുണ്ടോ എന്ന് നോക്കാം. ആ സമയത്ത് ആ മനുഷ്യനുണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നു, ഖാളിയുമായിട്ടുണ്ടായ കാര്യങ്ങൾ പറയുന്നു. എന്റെ വീട് പട്ടിണിയിലാണ്, വിശപ്പടക്കാനുള്ള റൊട്ടിയില്ല, ആവശ്യമായ മാംസങ്ങളില്ല. ഇത് കിട്ടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ നാട്ടിലുള്ള ഖാളിയുടെ അടുക്കൽ പോയി. പക്ഷെ അദ്ദേഹത്തിന് എന്നെ സഹായിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു പോയി, ഞാൻ ഖാളിയോട് ഇതെല്ലാം ചോദിച്ചത് ഈ ദിവസത്തിന്റെ പവിത്രതയെ മുൻനിർത്തിക്കൊണ്ടാണ്. ഉടനെ തന്നെ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, ഈ ദിവസത്തിന് എന്താണ് പ്രത്യേകത? ഈ ദിവസത്തിന്റെ പവിത്രത കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം എന്നല്ലേ അങ്ങ് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഇന്ന് ആശൂറയുടെ ദിവസമാണ്. എന്നിട്ട് ആശൂറ ദിവസത്തിന്റെ ചില പവിത്രതകളും പ്രത്യേകതകളും ഈ മനുഷ്യൻ ഇങ്ങനെ വിവരിച്ചു കൊടുത്തു. ഈ മനുഷ്യൻ, ഈ നസ്രാനിയായ ക്രിസ്ത്യാനിയായ ആൾക്ക് ഈ ദിവസത്തിന്റെ പ്രത്യേകതകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഈ മനുഷ്യൻ ഇയാൾ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ റൊട്ടി കൊടുക്കുന്നു, അതിനേക്കാൾ കൂടുതൽ മാംസം കൊടുക്കുന്നു. കൂടെ 22 ദിർഹമും ഈ മനുഷ്യന് നൽകുകയാണ്. 2 ദിർഹം ചോദിച്ച മനുഷ്യന് ലഭിച്ചത് 22 ദിർഹമാണ്. അങ്ങനെ ഈ 22 ദിർഹമും കിട്ടി. ഇത് കിട്ടിയ സന്തോഷത്തിൽ ഈ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ്, അല്ലാഹു ബഹുമാനിച്ച ഈ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ട് ഇനി എല്ലാ മാസവും നിങ്ങളുടെ കുടുംബത്തിന് ഞാൻ ഇതുപോലെ നൽകുന്നതാണ്. ആശുറാന്റെ ദിവസത്തിൽ ഞാൻ നൽകിയല്ലോ, ഇതുപോലെ എല്ലാ മാസവും നിങ്ങൾക്ക് ഞാൻ 22 ദിർഹം നൽകുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ റൊട്ടി നൽകുന്നതാണ്, അതിലേക്ക് ആവശ്യമായ മാംസം നൽകുന്നതാണ്. വിഷം നൊട്ടിയ വയറുമായി, കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി കരയുന്ന ആ പ്രിയപ്പെട്ട ഉപ്പ സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ ഫക്കീറായ ആ ഉപ്പ വീട്ടിലേക്ക് ഓടുകയാണ്. ആ വീട്ടിലിരിക്കുന്ന മക്കളോട് പ്രസ്തുത കാര്യങ്ങളെല്ലാം സന്തോഷത്തോടുകൂടെ ഇങ്ങനെ പറയുന്നു. ആ സമയത്ത് പ്രിയപ്പെട്ട ഉപ്പയും ആ പ്രിയപ്പെട്ട മക്കളും വീട്ടിലിരുന്ന് കൊണ്ട് പറയുന്നു, അല്ലാഹുമ്മ മൻ അദ്ഖല സുറൂറ അലൈനാ ഫഅദ്ഖിൽ അലൈഹിൽ ഫറഹ ആജിലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സന്തോഷം നൽകിയ ഈ മനുഷ്യനുണ്ടല്ലോ, ഞങ്ങൾക്ക് സന്തോഷം നൽകിയ ഈ മനുഷ്യനുണ്ടല്ലോ, അയാൾ ഞങ്ങളെ എത്രയാണ് സന്തോഷിപ്പിച്ചതെന്ന് നിനക്കറിയാമല്ലോ. അതിന്റെ ഇരട്ടി നീ ആ മനുഷ്യനെ സന്തോഷിപ്പിക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട മക്കളും പ്രിയപ്പെട്ട ഉപ്പയും ഇരുന്ന് ആശൂറ ദിവസത്തിൽ ദുആ ചെയ്തു. അതൊരു മര്യാദയാണല്ലോ. നമുക്കൊരാൾ സന്തോഷം നൽകിയാൽ, ഉപകാരം ചെയ്താൽ തിരിച്ച് ആ മനുഷ്യർക്ക് സന്തോഷം അറിയിച്ചു കൊടുക്കണം, ആ മനുഷ്യന് ദുആ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും ഈ പ്രിയപ്പെട്ട ഉപ്പയും ദുആ ചെയ്യുന്നു. അങ്ങനെ ആശൂറ ദിവസത്തിന്റെ ആ ദിവസം കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് നാട്ടിലെ ഖാളി ഒരു സ്വപ്നം കാണുകയാണ്. ഒന്ന് തല ഉയർത്തിക്കേ. ഒരു അശരീരി കേൾക്കുകയാണ്. ഉറക്കത്തിൽ കിടക്കുന്ന ഖാളി ഒരു അശരീരി കേൾക്കുകയാണ്, നിങ്ങളൊന്ന് തല ഉയർത്തി നോക്കണേ.
അങ്ങനെ തല ഉയർത്തി നോക്കിയപ്പോൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ഓരോ കൊട്ടാരങ്ങൾ അദ്ദേഹം കാണുകയാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ കൊണ്ടാണ് ആ കൊട്ടാരങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ആ സമയത്ത് ചോദിക്കുകയാണ്, ഈ കൊട്ടാരം ആർക്കുള്ളതാണ്? അതിമനോഹരമായ ഈ കൊട്ടാരം ആർക്കുള്ളതാണ്? ആ സമയത്ത് മറുപടി പറയുകയാണ്, ഇന്നേ ദിവസത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഫഖീർ വന്നില്ലയോ? ആ ഫഖീർ നിങ്ങളോട് വന്ന് ചില ആവശ്യങ്ങൾ ചോദിച്ചില്ലയോ? ആ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ നിറവേറ്റി കൊടുത്തിരുന്നെങ്കിൽ ഈ കൊട്ടാരങ്ങൾ നിങ്ങൾക്കുള്ളതായിരുന്നു. പക്ഷെ ആ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. പകരം ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയത് നസ്രാനിയായ ഒരു മനുഷ്യനാണ്. ഈ കൊട്ടാരം ആ നസ്രാനിയായ മനുഷ്യൻക്കുള്ളതാണ്. സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് ഈ മനുഷ്യൻ. എന്നിട്ട് ആ മനുഷ്യൻ എന്റെ നാശം, എനിക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് ആ നസ്രാനിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് ആ നസ്രാനിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിക്കുന്നു, മാ ഫഅൽതൽ ബാരിഹത മിനൽ ഖൈരി, നിങ്ങൾ ഇന്നലെ ചെയ്ത സൽക്കർമ്മം എന്താണ്? ആ സമയത്ത് ആ മനുഷ്യൻ മറുപടി പറയുകയാണ്, ഇതെന്തേ നിങ്ങൾ എന്നോട് ഇത് ചോദിക്കാനുള്ള കാര്യം എന്താണ്? നിങ്ങൾ എന്നോട് ഈ കാര്യം ചോദിക്കാനുള്ള കാര്യം എന്താണ്? ആ സമയത്ത് മറുപടി പറയുകയാണ്, ഞാനിങ്ങനെ മനോഹരമായ കൊട്ടാരം കണ്ടു. ആ കൊട്ടാരം ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചവരാണ് എന്നറിഞ്ഞു. നിങ്ങൾ ആ മനുഷ്യന് 22 ദിർഹമല്ലയോ നൽകിയത്? അതിനു പകരമായി ഞാൻ നിങ്ങൾക്ക് എത്ര ദിർഹമാണ് തരേണ്ടത്? 1,00,000 ദിർഹം ഞാൻ നിങ്ങൾക്ക് തരട്ടെയോ? പകരമായി ആ കൊട്ടാരത്തെ നിങ്ങൾ എനിക്ക് തരുമോ? 22 ദിർഹമിന് പകരം ഞാൻ നിങ്ങൾക്ക് 1,00,000 ദിർഹം തരാം. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താണ്? ഇല്ല ഇല്ല, ഭൂമി നിറയെ നിങ്ങൾ എനിക്ക് സ്വർണം തന്നാലും ഞാനത് നിങ്ങൾക്ക് നൽകില്ല. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി കൊണ്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആശൂറാ ദിവസത്തിന്റെ അന്ന് നസ്രാനിയായ ഒരാളാണല്ലോ ഞാൻ. അള്ളാഹുവിന്റെ മുന്നിൽ ഇന്നേ വരെ സുജൂദ് ചെയ്യാത്ത മനുഷ്യനാണല്ലോ ഞാൻ. ഞാനൊരു ഫഖീറായ മനുഷ്യന് അല്പം ദിർഹം കൊടുത്ത് കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്ത് ഞാൻ ആ മനുഷ്യനെ സഹായിച്ചപ്പോഴേക്ക് വിശ്വാസിയാകാത്ത, സുജൂദ് ചെയ്യാത്ത എനിക്ക് സ്വർഗത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ കൊണ്ട്, അങ്ങനെയുള്ള ഇഷ്ടികകൾ കൊണ്ട് എനിക്ക് ഒരു കൊട്ടാരത്തെ പണിത് വെച്ച റബ്ബുണ്ടല്ലോ. എങ്ങനെയാണ് ആ റബ്ബിനെ ഞാൻ അറിയാതെ പോകുന്നത്? എങ്ങനെയാണ് ആ റബ്ബിനെ ഞാൻ വിശ്വസിക്കാതെ പോകുന്നത്? അതുകൊണ്ട് നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നേ. ഇന്ന് മുതൽ ഞാൻ ക്രിസ്ത്യാനിയല്ല, നസറാനിയല്ല. കരുണയുടെ കടലായ, അലിവിന്റെ ഉടമയായ, യജമാനനായ റബ്ബിന്റെ നന്ദിയുള്ള അടിമയാണ്. ആശൂറാ ദിവസത്തിന്റെ അന്ന് ഫഖീറിനെ പരിഗണിച്ച ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യനെ അള്ളാഹു ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ആ മനുഷ്യൻ അള്ളാഹു സ്വർഗം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ വലിയ കൊട്ടാരങ്ങൾ ആ മനുഷ്യന് നൽകിയെങ്കിൽ നമ്മൾ വിശ്വാസികളാണല്ലോ. ആശൂറാ ദിവസത്തിന്റെ അന്ന് നമ്മളൊന്ന് പരിഗണിക്കണേ. ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ ചെയ്യണേ. അങ്ങനെ ചെയ്താൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമ്മളെ കാത്തുകൊണ്ട് മണിമാളികകൾ ഉണ്ടാകുന്നതാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകുന്നതാണ്.
ദോഷികളാണ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ സാധുക്കളാണ്, ദോഷികളാണ്. അല്ലാ, ഇൽമില്ലാത്തവരാണ്, അമലില്ലാത്തവരാണ്. അല്ലാ, എന്നാലും ഹൃദയാന്തരങ്ങളിൽ നിന്നോട് മഹബത്തുള്ളവരാണ്, നിന്നോട് ഇഷ്ടമുള്ളവരാണ്, നിന്നോട് താല്പര്യമുള്ളവരാണ്. ആശൂറാന്റെ ദിവസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സൽക്കർമ്മത്തെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകണം അല്ലാ. നീ ഞങ്ങളിൽ നിന്ന് നോട്ടം പിൻവലിക്കല്ലേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണം അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാ, ഞങ്ങളെ നീ കബൂലാക്കണം അല്ലാ. ഞങ്ങൾ ഇവിടെ പറഞ്ഞതും കേട്ടതുമായ ഇൽമുകൾ, ഖുർആനുകൾ സ്വീകരിക്കണം അല്ലാ. ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണം അല്ലാ. വരാനിരിക്കുന്ന ആശൂറായിനെയും താസുആയിനെയും നല്ല രൂപത്തിൽ സൽക്കരിച്ചുകൊണ്ട് ആ ദിവസത്തിലും നിന്റെ കയ്യിൽ നിന്ന് സ്വർഗം മേടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. നീ ഇഷ്ടപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാ. ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കണം അല്ലാ. നിന്നിലേക്ക് അടുക്കാനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറന്ന് നൽകണം അല്ലാ. ഞങ്ങളുടെ അസുഖങ്ങളൊക്കെ ശിഫയാക്കി തരണം അല്ലാ. അല്ലാഹുവേ, കടങ്ങൾ വീട്ടിത്തരണമല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാര്, ഉപ്പമാര്, ഭാര്യമാര്, ഭർത്താക്കന്മാർ, ഉസ്താദുമാര്, മക്കൾ, അവരുടെയൊക്കെ ഖബറിലേക്ക് നിന്റെ മിസ്ല സവാബ് എത്തിക്കണം അല്ലാ. അവരുടെയൊക്കെ ഖബർ നീ സന്തോഷത്തിലാക്കണം അല്ലാ, ആനന്ദത്തിലാക്കണം അല്ലാ. ഞങ്ങളുടെ മരണത്തിന്റെ സമയം നീ നന്നാക്കി തരണമല്ലാ. ഈമാനില്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ഈമാനില്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ.